ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകാൻ വന്നേക്കുവാണ്. ഭയങ്കര വെയിലാണ് ഗായ്സ്. 8 മണിയുടെ വണ്ടിയാണ്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. സ്റ്റിൽ വി ആർ വെയിറ്റിംഗ് അല്ലേ എന്നമ്മ? എന്തെങ്കിലും പറയാനുണ്ടോ? അടി കൊടുക്കണം. 8 മണിയാകുമ്പോൾ എത്ര മണി കണ്ടില്ലേ? പിള്ളേരൊക്കെ ഇന്നത്തെ സമൂഹം കണ്ടില്ലേ ഗായ്സ്? ഫോണിന് അഡിക്റ്റായിപ്പോയി അവരുണ്ടല്ലേ. സമയം വൈകിയത് കാരണം ഒരാളെ ഉള്ളത് ഞാനാണ്. എൻ്റെ കയ്യിൽ ഫോണില്ല. എൻ്റെ ഗായ്സ് എന്തൊരു വെയിലാണെന്നറിയാം. എത്ര പേരാണ് ഗായ്സ്. ഇതാ നമ്മുടെ പിള്ളേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്തേക്കുള്ള ആ ഒരു സൂര്യൻ്റെ ആ ഒരു കിസ്, മോർണിംഗ് കിസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഒരുപാട് ഭക്തജനങ്ങളാണ് നമ്മുടെ ഈ ഒരു ആരാധനാലയത്തിന്. നമ്മ ഈ ഒരു യാത്രയെ നീ എങ്ങനെ കാണുന്നു? വളരെ സന്തോഷകരമായ യാത്രയാണ്. ഈ ഒരു നേരം വൈകുന്ന ഒരു മൊമെന്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മളെങ്ങാനും 1 മിനിറ്റ് വൈകി ഞാൻ വണ്ടി എടുത്തോണ്ട് പോകും. നമ്മളിവിടെ കുറെ നേരം അരമണിക്കൂറാവാൻ പോകുന്നു വെയിറ്റ് ചെയ്തിരിക്കുന്നു. സാന്ദ്ര എന്താ പറയാനുള്ള ഈ ഒരു നിമിഷത്തെ? അപ്പൊ ഈ കുട്ടിക്ക് ചായയാണ് പ്രശ്നം. താങ്കൾക്ക് എന്താ പറയാനുള്ള ഈ സമയം വൈകിയ ഒരു നിമിഷത്തെ? നല്ല അവസ്ഥ മീൻസ് ഇവിടെ അപ്പം മുട്ടക്കറിക്കും വേണ്ടി ഒരു കൊച്ചു തേങ്ങയാണ്. അപ്പോൾ ഇതാ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. വ്ളോഗ് ശേഷി പറയും, ഈ ഒരു സമയം വൈകിയ സമയത്ത് എന്താ പറയാനുള്ളത്? കണ്ടോ ഗൈസ് അങ്ങനെ? ഓക്കെ പ്രിയ, ഐ എം ജസ്റ്റ് ആസ്കിങ് വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ് ഇൻ ദിസ് ടൈം? ദർ ഇസ് നോ വെഹിക്കിൾ. Oh my God, I think she is a foodie guys. നമുക്ക് ഓരോരുത്തർക്ക് ഉണ്ടല്ലേ, നമ്മളൊരു സ്ട്രീറ്റിലിരിക്കുന്ന ഒരു ആൾക്കാരെ പോലെ എനിക്ക് തോന്നുവാണ് ഗൈസ്. ഇതാ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, അങ്ങനെ പിച്ച ഇടുന്ന വേറൊരു സാധനം. അങ്ങനെ നമ്മൾ LMSൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിങ്ങനെ കുത്തിയിരിക്കുക. ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി വന്നു, നമ്മൾ പോവാണ്. നമ്മുടെ വണ്ടി ഇപ്പോഴാണ് വന്നത്. അങ്ങനെ പോവാണ്. നമ്മൾ ബാക്കിയുള്ളതൊക്കെ അവിടെ ചെന്നിട്ട് എടുക്കുന്നതായിരിക്കും ഗൈസ്. ഇപ്പം നമ്മുടെ വണ്ടിയിലുണ്ട്. ഇങ്ങനെ എല്ലാവരും ഓരോ പ്ലേസിൽ ഇറങ്ങി. ഇപ്പം നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ ഈ വണ്ടിയിൽ. ബാക്കി എല്ലാവരും തന്നെ നമ്മുടെ മീൻ ചന്തയിൽ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ക്ലീമാർട്ടിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും. ഗായ്സ്, ധനൂപിലാണ് എല്ലാവരും. കുറേ പേര് ധനൂപിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗായ്സ്, ഞങ്ങൾക്ക് വെയിൽ കാരണം, സൂര്യൻ്റെ അതിപ്രസരം കാരണം നമ്മൾ ഒരു ടാക്സി വിളിച്ചിട്ട് അതിൽ പോവുകയാണ് അല്ലേ ഗൈസ്? ഇപ്പം നല്ല സുഖമുണ്ടോ? കുഴപ്പമില്ല. നമ്മുടെ സ്ഥലം എവിടെയാണ്? നമ്മുടെ അടുത്ത് അതാണ് നമ്മൾ SNBനോട് അടുക്കുവാണ്. അതാണ് SNB നമ്മുടെ അടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. ആ ഫോട്ടോ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടിടുന്നതായിരിക്കും. അങ്ങനെ റേമി നമ്മുടെ ATM സെറ്റ് ആക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് കാര്യമായിട്ട് നോക്കുന്നുണ്ട് റേമി. എന്താ റേമി നോക്കുന്നത്? ഓർഡർ. ശരി, രസമുള്ള പൂക്കളൊക്കെ ഉണ്ട് നമ്മുടെ സൗദർണിക. അങ്ങനെ നമുക്ക് ആ ഒരു സ്ഥലത്ത് ബാങ്ക് ശരിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. സൗദി അറേബ്യയിൽ 10 മണി ഗൈസ്. വാവ്. നമ്മൾ റെയിൽവേയുടെ SNB ബാങ്കിൻ്റെ ATM ഓൺ പ്രോസസ്സിങ്ങിലാണ്. ഡിയർ കസ്റ്റമർ, യുവർ റിക്വസ്റ്റ് ഈസ് ബീയിങ് പ്രൊസീഡ്. അങ്ങനെ നമ്മുടെ റെയിമിക്ക് പുതിയ ATM കിട്ടാൻ പോവാണ് ഗൈസ്. റെയിമി എന്ത് തോന്നുന്നു ഇപ്പം? എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. കാരണം കുറേ നാളായിട്ട് എനിക്ക് അനഘയുടെ ATM ഉപയോഗിച്ച് ജീവിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം ATM എനിക്ക് കിട്ടുമ്പോൾ ആ ഒരു ഹഗ്ഗിങ്ങും ആ ഒരു സ്നേഹം നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ അവിടെ ATM ഇങ്ങനെ വരാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ആ ഒരു നിമിഷം ഞങ്ങളിവിടെ പകർത്തുന്നുണ്ട്. നമ്മുടെ ATM. യെസ്, പ്ലീസ് റിമൂവ് യുവർ കാർഡ്. നമ്മുടെ കാർഡ് വന്നു കഴിഞ്ഞു ഗൈസ്.
വിസിറ്റിംഗ് കാർഡ് കണ്ട പേര് കാണിച്ച റൈമി. റെയ്മി ബെന്നി കണ്ടോ ഗൈസ്, സിൽവറിലൊക്കെയാണ് ഇപ്പൊ എഴുതി വന്നിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ബ്ലാക്ക് കളറിലായിരുന്നു. റൈമിയുടെ അത് കണ്ടില്ലേ? റൈമിയുടെ ആ ഒരു സന്തോഷം കണ്ടോ ഗൈസ്. നമ്മുടെ റൈമിയുടെ പുതിയ ഐറ്റം, അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തന്നെ. അപ്പോൾ ഗൈസ്, റൈമിയുടെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ആക്റ്റീവ് ആയോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ലക്ഷക്കണക്കിന് പൈസയാണ് നമ്മുടെ കാർഡ് നമ്മളെടുക്കുന്നത്. യെസ്, എൻ്റെ കാർഡ് കിട്ടി. നമ്മുടെ പൈസ താഴെ വെച്ചിട്ട് പുതിയ കാർഡിൽ നിന്നുള്ള ഫ്രഷ് നോട്ട്. നമ്മൾ സമ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്ലെക്സ് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കട ഓപ്പൺ ആയിരിക്കും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. യെസ് ഗൈസ്, ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് പോകാം. ഞങ്ങൾ സമ ഹോട്ടലിൽ വന്നു. സമയിൽ ഞങ്ങൾ കയറി. പിന്നെ നമ്മൾ വളരെ നല്ലൊരു ഇൻറ്റീരിയർ വർക്കാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നല്ല പൊളി അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട്. എങ്ങനെയുണ്ട് റീമ, എന്ത് പറയുന്നു ഒരു ഇൻറ്റീരിയർ വർക്കിനെ കുറിച്ച്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കയറാണ് ഈ കയറല്ലേ? ഈ കയറിൻ്റെ അകത്ത് ആ ബൾബ് വന്നേക്കുന്നത് പൊളി സാധനമാണ്. നൈറ്റ് വ്യൂ പൊളിയായിരിക്കും. സാന്ദ്ര പറയൂ, രണ്ടു വാക്കുക. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആംബിയൻസ് ഉള്ള ആദ്യമായിട്ട് നമ്മൾ ആദ്യമായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഒരു കട. നമ്മൾ കുറേ കടകളിൽ പോയിട്ടുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ ഇരുന്ന് നല്ല സെറ്റപ്പോടെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു കട ഇത് ആദ്യമായിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ റോഡിൻ്റെ സൈഡിൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നതാണ് എടുത്ത് പറയേണ്ടതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ആ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ എല്ലാവരെയും ആകർഷിപ്പിച്ച് ഫുഡ് വാങ്ങാനുള്ള. ഇത് നമ്മുടെ റാഷിദ് മോളിൻ്റെ എവിടെയായിട്ട് വരും? ഇമേ ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഇത് നമ്മുടെ ദുബായ് സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് സമ. പിന്നെ നല്ല ആംബിയൻസ് ഒക്കെ ആണെങ്കിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബ്യൂട്ടിഫുൾ മസാല ദോശയായിരുന്നു, പക്ഷെ മസാല ദോശ പോയി. അതുകൊണ്ട് ഞങ്ങൾ പൂരിയും വെജിറ്റബിൾ കുറുമയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. പൊളി ഫുഡാണെന്ന് വിചാരിക്കുന്നു ഐസ്. കണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. ചേട്ടൻ വന്ന് ഇങ്ങനെ വിരിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ സൗദി അറേബ്യയിലെ ഒരു ആചാരമോ അനുഷ്ഠാനമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ആചാരം എന്ന് പറയുമ്പോൾ നടത്തിരുന്ന് കഴിക്കാനുള്ളതാണ്. അതിന് വേറെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ച് ഫുഡ് കഴിക്കുന്ന സംഭവമാണ്. നീറ്റ്നെസ്, കാരണം നമ്മളവർക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ ഇതിൽ അതിലിടുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടായാൽ മതി. അതുകൊണ്ട് ഈ സൗദി അറേബ്യയിൽ ക്ലീനിങ് എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? നാട്ടിലെ പോലെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് സാന്ദ്രൻ്റെ റീൽ ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ പൂരി വന്നിരിക്കുന്ന ഗൈസ്, നമ്മുടെ വെജ് കുറുമ കണ്ടിട്ട് പൊടിയായിട്ട് തന്നെ തോന്നുന്നു. നല്ലൊരു സെർവിങ് ആണ് അവർ ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ റീമ അത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. പൊളിയാണോ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, നമ്മൾക്ക് പൂരി കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ ചപ്പാത്തി ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തി എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് വേണ്ട, ഇഷ്ടപ്പെട്ട ചായ ചായ പാകത്തിന് മധുരം, പാകത്തിന് എല്ലാം പാകത്തിനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും കുടിക്കും. അങ്ങനെ ഫുഡെല്ലാം ഫിനിഷ് ആക്കി ഗൈസ് നമ്മൾ. അങ്ങനെ ഗൈസ് നമ്മൾ സമയം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. എങ്ങനെ പറയും ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇവിടെ വന്ന് കഴിക്കുക. അങ്ങനെ നോക്കിയേ, എന്ത് ആകർഷണമായ രീതിയിലാണ് അവിടെ
ഫുഡ്. നൈറ്റ് ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ കത്തിക്കുമെന്ന് തോന്നുന്നു. അപ്പോഴത്തേനും ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. അകത്തുള്ള ഡെക്കറേഷനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങളൊക്കെ അതിന്റെ അകത്ത് കയറിയാലാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം, എന്നാലേ മനസ്സിലാവും നിങ്ങൾ ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. ഞങ്ങളങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാണ്. നമ്മുടെ വണ്ടി വരാൻ ഏകദേശം സമയമായി. ഇന്നത്തെ ഒരു വ്ലോഗ് നമ്മൾ അവസാനിപ്പിക്കുക. ഗിഫ്റ്റ് മേടിച്ച് നമ്മൾ വീണ്ടും ക്ലീമാറ്റിൽ പോയി നമ്മുടെ വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ തണൽമരങ്ങള് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട തണൽമരങ്ങളാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. കണ്ട പുറത്ത് ആദ്യം കാണുമ്പോൾ നമുക്കൊരു കരിവേപ്പിന്റെ മൈലാഞ്ചി ചെടിയല്ലോ ആണോ? അല്ലല്ല, ഇങ്ങനെയല്ല കിടക്കാൻ നമുക്ക് തോന്നും. പക്ഷെ ഇത് പൊടി പിടിച്ച് കിടക്കാൻ നമ്മുടെ സൗദി അറേബ്യയിലെ ഇതാണ് ഇവിടുത്തെ ഫ്രഷ്. കണ്ടോ, നമുക്കിവിടെ നല്ലൊരു നോൺ വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് നോമ്പായതുകൊണ്ട് നമുക്കിവിടെ കയറാൻ പറ്റില്ല. മോസ്റ്റ് നമ്മളിവിടെ വന്നിട്ടാണ് സാധാരണ ഫുഡ് കഴിക്കാറ്. ഇവിടെ ജ്യൂസൊക്കെ. അതെ 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 എല്ലാവരും തന്നെ നമ്മളിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നിങ്ങനെ നിൽക്കുവാണ്. നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ വണ്ടി കയറി തിരിച്ചു. നമ്മുടെ ഇന്നത്തെ ഔട്ടിങ് കഴിഞ്ഞു. നമ്മൾ ഒരു 12 മണിക്ക് മുന്നേ നമ്മുടെ ഹോസ്റ്റലിലെത്തി. പുറത്ത് ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഫസ്റ്റ് ഫ്രൈഡേ നമ്മൾ പുറത്ത് പോകുന്നത്. നമ്മൾ അത്യാവശ്യം എല്ലായിടത്തും പോയി സെറ്റായി. ഇന്നത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സമ ഹോട്ടലായിരുന്നു. നിങ്ങളെല്ലാവരും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം. നല്ല ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അഫോർഡബിൾ റേഞ്ചൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങളും പോവുക. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതാണ് ഗൈസ്. അപ്പം ഇനി പുറത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു ഗൈസ്, ഭയങ്കര വെയിലായിരുന്നു. അതുപോലെ ഞങ്ങൾ ഭയങ്കര ടയേർഡാണ്. ഇറ്റ്സ് ഓക്കെ. സഹിതനായിട്ട്. അതിനിപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.